എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിലായി യാതൊരു വിഭാഗീയ വ്യത്യാസവും കൂടാതെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം മാനവ ജാതിക്ക് ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തിന്റെ സത്യങ്ങളെ സംബന്ധിച്ച് ഞാൻ ചില വിഷയങ്ങൾ സംസാരിക്കുകയുണ്ടായി. വാസ്തവത്തിൽ ഞാൻ ഈ വിഷയം സംസാരിച്ചത് മറ്റ് ഏതെങ്കിലും ചില പ്രത്യേക വിഷയങ്ങളോട് മാത്രമല്ല. തിരുവചനം രക്ഷയുടെ ഭദ്രതയെ സംബന്ധിച്ച് എന്തു പ്രസ്താവിക്കുന്നു എന്ന് ഓർപ്പിക്കുവാൻ വേണ്ടി ഞാൻ എഴുതിയ ഒരു ആർട്ടിക്കിളും ചില പ്രസന്റേഷനുമായിരുന്നു. ഞാനായിരുന്നില്ല ആ വിഷയം ഒരിടക്കാലത്തിന് ശേഷം ചർച്ചയ്ക്ക് വിഷയീഭവിക്കത്തക്ക നിലയിൽ ഇവിടെ അവതരിപ്പിച്ചത്. മറിച്ച് ലോഗോസ് മീഡിയ വഴിയായി ഒരു പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹം രക്ഷയുടെ സുസ്ഥിരതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. അങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോൾ ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കിയ രക്ഷാമാർഗം എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയിൽ മനുഷ്യൻ ആലോചിക്കുന്ന ചിന്തപ്രകാരം ഉള്ളതല്ല, മറിച്ച് മനുഷ്യനെക്കുറിച്ച് ദൈവം വിഭാവന ചെയ്ത ദൈവത്തിന്റെ കർമ്മപരിപാടി അനുസരിച്ചാണ് എന്ന് ഞാൻ എഴുതിയിട്ടു. ഞാൻ ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവരാണെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നവരാണെങ്കിലും ഒരു ബ്രദറൻ വക്താവ് എന്ന നിലയിലാണ് ചില സഹോദരന്മാരെ എന്നെ കാണുന്നത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഒരു ബ്രദറൻ വക്താവ് എന്ന നിലയിൽ ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയാറില്ല. അതിന് എത്രമാത്രം വാലിഡിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയാനും വയ്യ. ഒരു പുതിയ നിയമ വക്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ കൂടെ ശരിയായിരിക്കാൻ സാധ്യതയുണ്ട്. പുതിയ നിയമം നമ്മുടെ രക്ഷാപദ്ധതിയെ സംബന്ധിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് ഞാൻ സർവ്വസാധാരണയായി പറയാറുള്ളത്. ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആത്മരക്ഷ എന്ന് പറയുന്നത് അത് നിത്യമായതാണെന്ന് ഏറ്റവും വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയുമില്ല. ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ഈ വിശുദ്ധ വേദപുസ്തകത്തില് ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് ചില ഫിഗേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ചില പ്രതീകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രതീകങ്ങളെ ക്രിസ്തുവിന്റെ രക്ഷയോടും യേശു ക്രിസ്തുവിന്റെ ആളത്വത്തോടും നമുക്കുള്ള ബന്ധം എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന പ്രതീകങ്ങളാണ്. അതിൽ ഒന്ന് രണ്ടെണ്ണമാണ് ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു സുദീർഘമായ വീഡിയോ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ സശ്രദ്ധം അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് ദൈവാത്മാവ് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ അംഗീകരിക്കാതിരുന്നാൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. നിങ്ങൾ വചനത്തെ നിങ്ങൾ അംഗീകരിക്കാതിരിക്കുന്നത്ര മാത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ അതിന്റെ 12-ാം അധ്യായത്തിലും അതുപോലെ ഈ റോമാലേഖനം 12-ാം അധ്യായത്തിലും അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിൽ വിശ്വസിച്ച വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് ചില അനലൈറ്റിക്കൽ ഫിഗേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ബന്ധം? അവിടെ പറയുമ്പോൾ ശരീരം ഒന്ന്, അതിന് അവയവങ്ങൾ പലത്. അങ്ങനെ തന്നെയാകുന്നു ക്രിസ്തുവും. വാട്ട് ഈസ് ക്രിസ്ത്യൻ ചർച്ച് എന്നാണ് പൗലോസ് പറയുന്നത്. ക്രിസ്തു സഭ എന്താണ്? ഇപ്പൊ നമ്മൾ ഈ ക്രിസ്തീയ സഭ എന്ന് പറയുന്നവരും ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ വിഭാഗീയ സ്പിരിറ്റുള്ള ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പോ ബ്രദറുകാരെന്ന് പറഞ്ഞാൽ ഈ ബ്രദറൻ എന്ന് പറയുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അതിനുവേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ബ്രദറൻ തീവ്രവാദികളായിട്ടുള്ള ചിന്താധികാരമുണ്ട്. പെന്തക്കോസ് എന്ന് പറയുമ്പോൾ തന്നെ അതിലെ തീവ്രവാദികളായി, അല്ല അവിടെ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ നേരാണോ ഇതല്ല വിഷയം, ആ പ്രസ്ഥാനത്തിന് വേണ്ടി തീവ്രവാദികളായി അങ്ങ് വാദിക്കുകയാണ്. ഞാൻ അങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാറില്ല. എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
ഞാനെന്തിനാ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കുന്ന തീവ്രവാദിയായി മരിക്കേണ്ട ആവശ്യം എനിക്കെന്താ? കർത്താവിന് വേണ്ടി മരിക്കുന്ന അത്യുത്വം, അത് നല്ല കാര്യം. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ശരീരം ഒന്ന്, ആ ശരീരം ഒന്ന്, അതിന് അവയവങ്ങൾ പലത്. ഇപ്പൊ നമ്മുടെ ശരീരത്തെ ക്രിസ്തുവിന്റെ ശരീരത്തോട് അദ്ദേഹം ഫിഗറൈസ് ചെയ്ത് പറയുക, താതാത്മ്യപ്പെടുത്തി പറയുക. ഇപ്പൊ നമ്മുടെ ശരീരം നോക്കി, നമ്മുടെ ശരീരത്തില് തലയോട്ടി, തലമുടി, നെറ്റി, മൂക്ക്, പുരികം, കണ്ണ്, കൺപുരികം, ചെവി, മൂക്ക്, കിറി, നാക്ക്, ത്വക്ക്, ഈ പറയപ്പെട്ട എല്ലാ അവയവങ്ങളുമുണ്ട്. ആ അവയവങ്ങളുടെ സജ്ജീകരണത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുമ്പോൾ ദൈവം തന്റെ ഇഷ്ടപ്രകാരം ശരീരത്തിൽ അവയവങ്ങളുടെ സ്ഥാനം വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓരോ അവയവത്തിനും ശരീരത്തിൽ ഏത് സ്ഥാനമാണ് വേണ്ടത് എന്ന് തീരുമാനിച്ച ദൈവമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂക്ക് എവിടെ ആയിരിക്കേണ്ടത് ദൈവം തമ്പുരാനാ സൃഷ്ടി തീരുമാനിച്ചത്. നമ്മുടെ ചെവിയെ, നമ്മുടെ വായെ, നമ്മുടെ കിറിയെ, നമ്മുടെ പല്ല്, നമ്മുടെ നാക്ക്, നമ്മുടെ താടി, നമ്മുടെ കണ്ണ്, നമ്മുടെ കൺപുരികം, നമ്മുടെ നെറ്റി, നമ്മുടെ തല, ഇത് കൈകാലുകളെ, ഇതെല്ലാം ഈ ശരീരത്തിൽ ഏറ്റവും യോഗ്യമായി ഏത് ഭാഗത്താണ് ഇരിക്കേണ്ടത് എന്ന് തീരുമാനിച്ചത് സൃഷ്ടാവായ കർത്താവാണ്. അത് യോഗ്യമെന്ന് തോന്നിയിട്ട് അതാത് ഭാഗങ്ങളിൽ ഈ അവയവങ്ങളെ നിബന്ധിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ശരീരമെല്ലാം പല അവയവങ്ങളാൽ പരസ്പരം നിബന്ധിക്കപ്പെട്ട ഒരു ഫങ്ഷണൽ ഓർഗാനിസമായി, ഒരു പ്രവർത്തന തത്വമായി അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ ശരീരമായ സഭ എന്നോട് പറയപ്പെടുന്നത് സാർവത്രിക സഭയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ മാർമിക ശരീരമായിരിക്കുന്ന ദൈവസഭയെക്കുറിച്ചാണ്. കർത്താവിന്റെ മാർമിക ശരീരമായ ദൈവസഭയിൽ ആരൊക്കെ ഉണ്ടെന്നറിയാമോ? അവിടെ യഹൂദന്മാരുണ്ട്, ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരുണ്ട്, എല്ലാവരുമുണ്ട്. നാനാവിഭാഗങ്ങൾപ്പെട്ട ആളുകൾ രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ തിരുശരീരത്തിന്റെ അംഗങ്ങളായി തീർന്നവരാണ് കർത്താവിന്റെ മാർമിക സഭയുടെ അംഗങ്ങളായിരിക്കുന്നത്. അപ്പൊ അതിലെ ബന്ധക്കോസുകാരുണ്ട്, ബ്രദറുകാരുണ്ട്, മാർത്തോമാകാരുണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്, പിന്നെ ചർച്ച് ഓഫ് ഗോഡുകാരുണ്ട്, ഫുൾ ഗോസ്പലുകാരുണ്ട്, സ്വതന്ത്ര സഭക്കാരുണ്ട്, നൂതന സഭയിൽപ്പെട്ട ആളുകളുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. ഈ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവരും കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട് അവനെ ഹൃദയത്തിൽ സ്വീകരിച്ച ആളുകൾ ഉൾപ്പെടുന്നത് മാത്രമാണ് ദൈവത്തിന്റെ സഭ. അതിനെയാണ് സാർവത്രിക സഭ എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ ചർച്ച് എന്ന് പറയും. ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറയുന്ന വിഷയം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ 36 എപ്പിസോഡുകളിലായി പുതിയ നിയമസഭയെ സംബന്ധിച്ച് വ്യക്തമായി എടുത്ത ക്ലാസ്സുകൾ എന്റെ EST ലൈവ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലും കിടപ്പുണ്ട്. ഫേസ്ബുക്കിലുണ്ടായിരുന്നു, അത് ഇങ്ങനെ റോൾ ഡൗൺ ആയി ഒരുപാടിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ രക്ഷിക്കപ്പെട്ട എല്ലാ ആളുകളും ചേർന്നതാണ് അവിടെ ഈ കർത്താവിന്റെ സഭ എന്ന് പറയുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട എല്ലാ ആളുകളും ചേർന്ന ഈ കർത്താവിന്റെ സഭയിൽ ദൈവം അവയവങ്ങളായി നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അപ്പൊ രക്ഷിക്കപ്പെടുമ്പോഴാണ് നമ്മെ കർത്താവിന്റെ ശരീരമായ സഭയുടെ അവയവങ്ങളായി ദൈവം കൂട്ടിച്ചേർക്കുന്നത്. ഇവിടെ ഈ രക്ഷാനഷ്ടവാദികൾ പറയുന്ന യുക്തിഹീനതയെ സൂക്ഷ്മം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു സത്യം മനസ്സിലാക്കാൻ കഴിയും. തോക്കിനകത്ത് കയറി വെടിവെക്കാതെ കേൾക്കുക ഞാൻ പറയുന്നത്, അമ്മ മനസ്സിലാവുമല്ലോ. കർത്താവായ യേശുവിനെ ഞാൻ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം ക്രിസ്തുവിന്റെ മാർമികമായ ശരീരത്തിലെ ഏത് ഭാഗത്താണ് എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടത് എന്ന് ദൈവം തീരുമാനിച്ചു. അങ്ങനെ എന്നെ ആ ശരീരത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റി. ഞാനും കൂടെ ചേർന്നതാണ് ആ ശരീരത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട നിങ്ങളും കൂടെ ചേർന്നതാണ് ആ ശരീരത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ ശരീരത്തിലെ അവയവങ്ങളിലെ ഏതെങ്കിലും ഒന്നിന് ഒരു ബലഹീനത സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഒരു തകരാറ് സംഭവിച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ നിങ്ങൾ ചിലരെ കുറ്റം ആരോപിക്കുന്നില്ല, പാപം ചെയ്യാൻ ലൈസൻസ് ഉള്ളവരാണെന്നും, പിന്നെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആ പാപം ചെയ്യുന്നത് കൊണ്ട് ഉടൻ തന്നെ ഈ അവയവത്തെ വെട്ടി മാറ്റുമെന്നും നിങ്ങൾ പഠിപ്പിക്കൽ വേദപുസ്തകപരമല്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എന്നോട് കെറിച്ചതും വിഷയമില്ല. എനിക്ക് കർത്താവ് പിണങ്ങിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ, കർത്താവിനോട് പിണങ്ങുകയില്ല. തോമസ് മാത്യു അച്ചായൻ ചോദിക്കുന്ന ചോദ്യം വെറും ബുദ്ധിഹീനമായ ചോദ്യമാണ്. മാർത്തോമാ സഭയിൽ നിന്ന് വേർപാട് സഭയിൽ രക്ഷിക്കപ്പെടുകയില്ല. ഒരുവൻ രക്ഷിക്കപ്പെട്ട് വേർപെട്ട വിശ്വാസത്തിലേക്ക് വരുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങളുടെ അദ്ദേഹത്തിന്റെ വിധേയത്വം കൊണ്ടാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ മാർമിക ശരീരത്തിന്റെ അവയവമായി കർത്താവിനെ ചേർക്കുന്നു. അങ്ങനെ ക്രിസ്തു ശരീരത്തിന്റെ പ്രവർത്തന തത്വത്തിലെ ഒരു ഭാഗമായി ഈ രക്ഷിക്കപ്പെട്ട വിശ്വാസി മാറുന്നു. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായാൽ
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് അല്പം ബലഹീനത ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവയവം വെട്ടിമാറ്റുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. ആ അവയവം അതിൽ തന്നെ വെച്ചുകൊണ്ട് അതിന് ചെയ്യാവുന്ന എല്ലാ ചികിത്സകളും ചെയ്ത് ശരീരത്തെ പൂർവാധികം ഫങ്ഷണബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ തത്വം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമിക ശരീരത്തോട് ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശ്വാസിയെ ആ സഭയിൽ നിന്ന് അവൻ ഏതെങ്കിലും ഒരു തെറ്റോ ഒരു പാപമോ ചെയ്താൽ, ഒരു പാപം ചെയ്യാത്ത ഒരു നീതിമാൻ ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട ശേഷവും നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ പാപ ശരീരത്തിലാണ്. പാപ ശരീരത്തിന്റെ തേജസ്കരണം സംഭവിക്കുന്ന നിമിഷം വരെ ഈ പാപ ശരീരത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. വാക്കിനാലോ പ്രവൃത്തിയാലോ തെറ്റിപ്പോകാൻ യാക്കോബ് എന്താ പറഞ്ഞ, ഒരുവൻ വാക്കിൽ തെറ്റുന്നില്ല എങ്കിൽ പ്രവൃത്തി തെറ്റുന്നു, പ്രവൃത്തിയിൽ തെറ്റുന്നില്ല എങ്കിൽ വാക്കിൽ തെറ്റുന്നു. അപ്പൊ വാക്കാലോ പ്രവൃത്തിയാലോ ഏതെങ്കിലും നിലയിലുള്ള തെറ്റുകളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ബലഹീനതകളോ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാം. അങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. പണം സംബന്ധിച്ച് എന്ത് കള്ളമാണ് നമ്മുടെ ഇവിടുത്തെ പാസ്റ്റർമാരും ഒക്കെ പറയുന്നത് അറിയാമോ? എനിക്ക് എത്ര പേര് എനിക്കറിയാം. ഈ അടുത്ത കാലത്ത് എന്നെ ഒരു പെന്തക്കോസ് പാസ്റ്റർ പരസ്യത്തിന് വിളിച്ചു. ആ പെന്തക്കോസ് പാസ്റ്റർ, ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതല്ല, അദ്ദേഹത്തിന്റെ പരസ്യ പ്രവർത്തനങ്ങൾക്ക് എന്നെ ദേവദാസനെ വരണേ എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ചു. ഞാൻ പോയി. സാധാരണയായി ബ്രദർക്കാർ പോകാറില്ല, ഞാൻ പോയി. കാര്യം എന്നെ ആര് വിളിച്ചാലും സൂക്ഷിച്ചപ്പോൾ ഞാൻ പോകും. ഞാൻ പോയി അത് സംബന്ധിച്ചു. ഞാൻ വചനം സൂക്ഷിച്ചു ചെയ്തു. രണ്ടാം പ്രാവശ്യം അദ്ദേഹം എന്നെ വിളിച്ചു. രണ്ടാം പ്രാവശ്യം വിളിച്ച ശേഷം രണ്ടാം പ്രാവശ്യം ഞാൻ പോയി. രണ്ടാം പ്രാവശ്യം പോയി സംബന്ധിച്ച് അവിടെയും ഞാൻ ശുശ്രൂഷ ചെയ്തു. ആ ശുശ്രൂഷ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ അടുത്ത സഹോദരൻ മരിച്ചു പോയല്ലോ, നമ്മുടെ പത്തനാപുരത്തുകാരനായിരുന്ന പുല്ലൂക്കാരനായിരുന്ന നമ്മുടെ ഒരു ബ്രദർ ആക്സിഡന്റായി മരിച്ചല്ലോ. അദ്ദേഹം ഞാൻ ഒരു വേദിയിൽ ഒന്നിച്ച് സംസാരിച്ചവരാണ്. അത് കഴിഞ്ഞ ശേഷം ഈ പാസ്റ്ററിനെ വിളിച്ച് പറഞ്ഞു, അതേ ഒരു പക്ഷെങ്കിൽ എന്നെ ഇപ്പൊ ഇതിനകത്ത് കേൾക്കുന്നില്ലെങ്കിലും ചിലപ്പോൾ എന്റെ വീഡിയോ കേൾക്കാൻ സാധ്യതയുണ്ട്. അതേ ഒരു സഭയുടെ ശുശ്രൂഷകനാണ്. ഞാൻ ആ ശുശ്രൂഷകന്മാരെ കള്ളത്തരം പറയുന്ന ശുശ്രൂഷകന്മാരുണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവിലേക്ക് വേണ്ടിയാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ദേവദാസനെ എന്നെ വിളിച്ച് പറഞ്ഞു, ഇന്ന ദിവസം ഞങ്ങളുടെ ഈ ഗോസ്പൽ ടീമിന്റെ 1 വർഷം തികഞ്ഞതിന്റെ ഒരു സ്തോത്ര ശുശ്രൂഷയാണ്, അതുകൊണ്ട് വരണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആ ഗോസ്പൽ ടീമിന്റെ ഭാഗമല്ലല്ലോ, അതിൽ വന്ന് സംബന്ധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിശ്ചയമായും വരണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എപ്പോൾ തീരും മീറ്റിംഗ്? അതൊരു 8:30 കഴിയുമ്പോഴത്തേക്ക് തീരും എന്ന് പറഞ്ഞു. ഞാൻ വരാമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് അദ്ദേഹം പിറ്റേ ദിവസം വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് ദേവദാസൻ എന്റെ മകന്റെ ഭാര്യ ഡെലിവറിയോട് ബന്ധത്തിലാണ് വന്നിരിക്കുന്നത്, അപ്പൊ അതിനോട് ബന്ധപ്പെട്ടൊക്കെ അല്പം ബന്ധപ്പാടുകൊണ്ട് ഞങ്ങൾ ആ പ്രോഗ്രാം മാറ്റി വെച്ചിരിക്കുന്നു പറഞ്ഞു. അതിനെ അടുത്ത 1 മാസം കഴിഞ്ഞിട്ടേ നടത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നോട് അദ്ദേഹം വളരെ നിഷ്കളങ്കമായി ക്ഷണിച്ച ശേഷം ഏതോ എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിനുണ്ടായി. എന്നിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് എന്നോട് അത് പറയാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു, എന്റെ മരുമോളുടെ പ്രസവത്തോട് ബന്ധത്തില് അല്പം ചില അത്യാവശ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് മാറ്റിവെച്ചു. ഞാനത് അടുത്ത 1 മാസം കഴിഞ്ഞ് നടത്താൻ ദിവസം പറഞ്ഞു. എനിക്കറിയാമായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു പച്ച കള്ളമാണ്. കാര്യം ഞാൻ മനഃശാസ്ത്രം പഠിച്ചതാ. എനിക്കൊരാളുടെ വിരളി പിടിച്ച സംസാരവും വാക്കുകളും കാണുമ്പോൾ തന്നെ പറയാൻ പോകുന്ന കള്ളമാണെന്നറിയാം. എന്റെ വൈഫോട് ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ കള്ളമാണ്. അദ്ദേഹം ഒരു വലിയ മുഖ്യമായ ഒരു പാസ്റ്ററാണ്. ഈ പച്ചക്കള്ളം പറഞ്ഞ ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞു മരുമോടെ പ്രസവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. അന്ന് രാത്രിയിൽ ഇവർ നിയമിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് തന്നെ ഈ ഗോസ്പൽ ടീമിന്റെ സ്തോത്ര ശുശ്രൂഷ നടക്കുകയും അതിൽ സംബന്ധിച്ച ആളുകളുടെ ഈ സ്തോത്ര ശുശ്രൂഷ കാര്യങ്ങൾ ഫേസ്ബുക്ക് വഴി പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. വളരെ ഇന്റലക്ച്വലി കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല. ഏത് മുഴുത്തവൻ കള്ളം പറഞ്ഞു കഴിഞ്ഞാലും കള്ളമാണ്. കള്ളം പറയുന്ന എത്രയോ വിശ്വാസം എനിക്കറിയാം. അപ്പൊ ഈ ഇളമ്പിൽ വെച്ച് മരിച്ചുപോയ നമ്മുടെ സഹോദരനെ, എന്റെ വാത്സല്യ സഹോദരനായിരുന്നു, ഞാൻ പഠിപ്പിച്ച ഒരാളുമാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആ മീറ്റിംഗിലുണ്ടായിരുന്നു. അപ്പൊ എന്നെ ഒഴിവാക്കണമെന്ന് ഏതോ ആളുകൾ അദ്ദേഹത്തെ സ്വാധീനിച്ച് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം എന്നെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത ഒരു കൊരളയാണ് എന്ത് ചെയ്തത്, എന്നോട് പറഞ്ഞ കള്ളം ഇത് മരുമോടെ പ്രസവത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ കൊരള പറയുന്ന പാസ്റ്റർ വാസ്തവത്തിലെ സ്വർഗത്തിൽ പോകുമോ? രക്ഷഭദ്രമല്ല എന്ന് നിങ്ങൾ വാദിക്കുന്നെങ്കിൽ പച്ച കള്ളം പറയുന്ന പാസ്റ്റർ നരകത്തിലേ പോവുള്ളൂ. അത് ഇന്ന പാസ്റ്റർ എന്നല്ല, ഏത് പാസ്റ്ററും. പച്ചക്കാട് ഞാനിപ്പോ ഇരിക്കുന്ന ഒരു ഉദ്യാനത്തിന്റെ ഫ്രണ്ടിലാണ്. പച്ചക്കാട് പത്തുന്ന കള്ളം പറയുന്ന പാസ്റ്റർ ചെയ്യണം, നിങ്ങളുടെ വിഷയം അനുസരിച്ച് നരകത്തിൽ പോകണം. അപ്പൊ നിങ്ങൾ പറയുന്നത് സ്വർഗത്തിൽ പോകുന്നതിന് വ്യഭിചാരം ചെയ്താൽ പോവുകയില്ല. ഏത് പാപം ചെയ്താലാ പിന്നെ പോകുന്നേ? കള്ളം പറഞ്ഞാൽ പോകും. ഇപ്പൊ സാമ്പത്തിക കാര്യങ്ങൾ കള്ളം പറയുന്ന ആളുകളെ എനിക്കറിയാം. പാവപ്പെട്ടവന്റെ പേരിൽ കാശ് വരുത്തിയ ശേഷം റബ്ബർ ഓട്ടം വാങ്ങിച്ചുള്ളവരെ എനിക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ളവരെ നിങ്ങൾക്കും അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത്,
ഇതിന് ഞാൻ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ കർത്താവിന്റെ ശരീരത്തിന്റെ അവയവമായി ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശ്വാസി, അതായത് ഒരു പാപി കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട് അവനെ രക്ഷകനായി സ്വീകരിച്ച നിമിഷമാണ് പരിശുദ്ധാത്മാവായ ദൈവം കർത്താവിന്റെ മാർമിക ശരീരത്തിന്റെ അവയവമായി അവനെ ഒട്ടിച്ചേർത്തത്. അങ്ങനെ ഒട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ക്രിസ്തു ശരീരമായ മാർമിക സഭ എത്ര കാലം ഉണ്ടായിരിക്കുമോ അത്രയും കാലവും ആ സഭയുടെ അംഗമായി അല്ലെങ്കിൽ അതിന്റെ മെമ്പറായി ഈ രക്ഷിക്കപ്പെട്ട വിശ്വാസിയായിരിക്കും. അവനെ അവിടുന്ന് വെട്ടിമാറ്റുന്ന യാതൊരു സംവിധാനമല്ല. ആൻസൺ മാരാമൻ പറഞ്ഞറിയാമോ? ഈ ആൻസൺ മാരാമൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കാണാൻ സിമ്പിളനാ, നല്ല യുവ കോമളനാ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു പെൻഷനൊക്കെ ആയെങ്കിലും ഒരു 35 വയസ്സിന്റെ പ്രായമുള്ള നല്ല കോമളത്വമുള്ള ശരീരപ്രകൃതിയും മുഖമൊക്കെ ഉള്ള ആളാ. പക്ഷേ പുള്ളിക്കൊരു പ്രശ്നമുണ്ട്. രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ തന്നെ പുള്ളി വലിയ പ്രസംഗനും അധ്യാപനവുമായി മാറി. രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ പുള്ളി അധ്യാപനായി. ലോകത്തിൽ ഏത് വേദാധ്യാപകൻ പറഞ്ഞാലും പുള്ളി അംഗീകരിക്കില്ല. പുള്ളി പറയുന്നതാണ് എല്ലാം ശരിയെന്നാ പറയുന്ന മുഴുവൻ വേദപുസ്തകം വിപരീതമാണ്. എന്നാ ഒരു കാര്യം ചെയ്യും, എന്നോട് 10 മിനിറ്റ് ഈ വിഷയം ഇരുന്ന് അപ്പൊ പറഞ്ഞോ, ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാത്ത അച്ചായനോട് സംസാരിക്കാനില്ല, ഏറ്റവും ഒടുവിലത്തെ അടവ്. പിന്നെ പറഞ്ഞു, അച്ചായന്റെ പ്രായത്തെ ബഹുമാനിച്ച് ഞാൻ അങ്ങനെ സംസാരിക്കാനായിട്ടില്ല. എന്റെ പ്രായത്തെ എന്തിനാ ഈ സംസാരിക്കുന്ന വിഷയം ബഹുമാനിക്കുന്നത്? ആർക്കും വരാമല്ലോ. ഇവരല്ല ഈ പുറത്തു നിന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ പറയാണ്. എന്നാൽ ഒരു അരമണിക്കൂർ സമയം ഈ വിഷയം സംസാരിക്കാൻ വരാമെന്ന് ചോദിച്ചാൽ വരികയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും പറയുന്ന ആൻസൺ മാരാമനാകട്ടെ, ജോബി ടി അലക്സ് ആകട്ടെ, ഏത് വ്യക്തിയുമാകട്ടെ, രക്ഷയുടെ ഭദ്രതയെ സംബന്ധിച്ച് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഞാൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് വെല്ലുവിളിക്കാൻ പറയുന്ന വാക്ക് ഇഷ്ടമല്ല. അതൊരു വല്ലാത്ത വാക്ക്. ഐ വാംലി വെൽക്കം യു ടു ഹാവ് എ ഡിബേറ്റ് വിത്ത് മീ. നിങ്ങൾക്ക് വരാം. എന്റെ കയ്യിൽ വിശുദ്ധ വേദോസ് വഴി ഒരു കുറിപ്പോലും കാണുകയില്ല. അപ്പൊ ഈ അദ്ദേഹം പറഞ്ഞറിയാമോ, കാട്ടൊലിവായ നിന്നെ നാട്ടൊലിവോട് ചേർത്ത് ഒട്ടിച്ചിട്ട് നീ എന്ത് ചെയ്യാ, നീ നിൽക്കുന്നത് ഈ വേരിലാണെന്ന് അറിഞ്ഞു കൊള്ളുക, ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിച്ചില്ല എങ്കിൽ നിന്നെയും ദൈവം ആദരിക്കുകയില്ല. അതിന്റെ വിശദീകരണം പറയാൻ ഇപ്പൊ എനിക്ക് സമയമില്ല. കാര്യം ഈ 20 മിനിറ്റ് കൊണ്ട് വീഡിയോ പറയുമ്പോൾ ഈ പറയപ്പെട്ട നാനാവിധമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനെല്ലാം ഉത്തരം ഒരു വീഡിയോ പറയാൻ പറ്റുമോ? ജിനൂൻ ഐനാനും സരി മണിയാറ്റോടും കൂടി റോമാലേഖനം 9, 10, 11 ഈ അധ്യായങ്ങൾക്ക് മനോഹരമായൊരു വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഞാനാണ്. അവർ ഇംഗ്ലീഷിലും മലയാളത്തിലും അടിച്ചിട്ടുണ്ട്. ഞാനാണ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് അടിച്ചിരുന്നത്. അവർ എങ്ങനെ എഴുതിയോ അങ്ങനെ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായി തർജ്ജമ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അപ്പൊ ഇംഗ്ലീഷ് മാത്രം മനസ്സിലാക്കുന്ന സായിപ്പന്മാർക്ക് എന്ത് ചെയ്യാം, അത് വായിച്ചു പഠിക്കാം. മലയാളം അറിയാവുന്നവർക്ക് മലയാളം പുസ്തകമുണ്ട്. റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ. ഇവിടെ പറയപ്പെടുന്ന കാട്ടൊലിവിനെ നാട്ടൊലിവിനോട് ഒട്ടിച്ചതും സ്വാഭാവിക കൊമ്പുകളെ ഒടിച്ചതും പിന്നെ അസ്വാഭാവിക കൊമ്പുകളെ അതിനോട് ഒട്ടിച്ചതുമായ കാര്യങ്ങളൊന്നും രക്ഷയോട് ബന്ധപ്പെട്ടുള്ള വിഷയം അല്ല എന്ന് ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി അവർ വിശദമാക്കിയിട്ടുണ്ട്. ഞാൻ റോമാലേഖനത്തിന്റെ ഏതാണ്ട് 80-ലധികം കമന്റുകൾ എന്റെ കയ്യിലുണ്ട്, എന്റെ അലമാരിയിലുണ്ട്. ഞാൻ അതിന്റെ മുഖവരായി തന്നെ എഴുതിയിട്ടുണ്ട്. എന്റെ മേശപ്പുറത്ത് 60 മുതൽ 80 പുസ്തകങ്ങൾ വരെ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള വ്യാഖ്യാന വശങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വായിച്ചതിൽ ഏറ്റവും മികവുറ്റൊരു ഭാഷാന്തരമാണിത്, വ്യാഖ്യാന വശമാണിത്. ഞാൻ അത് എഴുതിയിട്ടുണ്ട്, ഹൃദയം തുറന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് പറയുന്നത് അറിയാമോ? അതുകൊണ്ട് ഇവിടെ യേശുക്രിസ്തുവോട് ചേർത്ത് ഒരു വിശ്വാസിയെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അവൻ ഏതെങ്കിലും പാപം ചെയ്താൽ ഉടൻ തന്നെ അവനെ ഒടിച്ചു കളയും. അതിനവർ പറയുന്ന വേറൊരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ മുന്തിരിവള്ളിയും കൊമ്പും. നിങ്ങളിൽ ഫലം കായ്ക്കാത്ത കൊമ്പുകളെയും ഒക്കെയും അവൻ എന്ത് ചെയ്യുന്നു, അവനെ വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നു. അപ്പൊ പറയുന്ന വിശ്വാസി പാപം ചെയ്താൽ അവൻ എന്ത് ചെയ്യും, വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. അങ്ങനെയാണെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ്, ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് സമയം 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ ദൈവം തമ്പുരാൻ അപ്പത്തിന്റെ തീ കൂട്ടിയിട്ട് അതിനകത്ത് കൊല്ലേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടതായിരുന്നു. ഈ എബ്രായലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല എന്ന് പറയുന്ന ഭാഗം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അതായത് ഒരു വിശ്വാസി പാപം ചെയ്താൽ അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്താൽ ആ വിശ്വാസിക്ക് അനുദപിക്കുവാനും തന്റെ പാപങ്ങളെ ദൈവസ്ഥലിൽ ഏറ്റുപറയുവാനും അത് ഉപേക്ഷിക്കുവാനും ദൈവ കർത്താവിലേക്ക് മടങ്ങി വരുവാനുള്ള സാവകാശം ദൈവം നൽകിയിട്ടുണ്ട്. പത്രോസും അങ്ങനെയാണ്. യോഹന്നാൻ 21 യേശുക്രിസ്തു പത്രോസിനെ യഥാസ്ഥാനപ്പെടുന്നു. ശിമോനെ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു, ഉപകർത്താവേ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു വിശ്വാസി പാപം ചെയ്താൽ അവനെ മടക്കി വരുത്താനായിട്ട് സാധിക്കും.
എന്റെ ചോദ്യം, രക്ഷാനഷ്ടവാദികളായിരിക്കുന്ന, രക്ഷയുടെ പരിജ്ഞാനം പ്രാപിക്കാത്ത നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം കള്ളം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം മോഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം ദ്രവ്യപ്രിയന്മാരായിട്ടുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം ഒരേ ആവശ്യത്തിനു വേണ്ടി പലരോടും പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം സഹോദരന്മാരെ ദ്രോഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം നിങ്ങളിൽ അസൂയ ഉണ്ടായിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ട ശേഷം നിങ്ങൾ പിണക്കമുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ജാരശങ്ക ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ദ്വന്ദ്വപക്ഷം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളിൽ മത്സരബുദ്ധി ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തിനോ ദൈവത്തിന്റെ വചനോ വിധേയമായി മത്സരിച്ചിട്ടുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പാപങ്ങളുടെ ഒരുപാട് പട്ടികകളുണ്ട്. ഇതൊന്നും പോലും ചെയ്യാതെ രക്ഷിക്കപ്പെട്ട ശേഷം രാജീവും പിന്നെ നമ്മുടെ അൻസൻ മാരാമണ്ണും അതുപോലെ തന്നെ നമ്മുടെ ജോബി ടി അലക്സും ഈ സഹോദരന്മാരാരും രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ ഈ നിമിഷം വരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിരൂപണം കൊണ്ടോ ഒരു പാപം പോലും ചെയ്യാതെ ഗബ്രിയേൽ മിഖായേൽ ദൂതന്മാരെ പോലെ പരിശുദ്ധന്മാരായ പരിപാവനന്മാരായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കാൻ വേദപുസ്തകപ്രകാരം ഫലമില്ല. ഇവിടെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ദൈവസന്നിധിയിൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ ശരീരത്തിന്റെ അവയവമായി മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ആ അവയവത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവന്റെ പ്രസരിപ്പാണുള്ളത്. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശരീരത്തെ പകയ്ക്കുമോ? ഈ അനാലജി എഫേസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 27 വാക്യങ്ങൾ പറയുമ്പോൾ അവിടെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിപ്പിനെന്നും എല്ലാം പറഞ്ഞു വന്ന ശേഷം ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശത്തെ പറയുന്നത് എന്ന് പൗലോസ് പണ്ട് പറയാണ്. ആരും തന്റെ ശരീരത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ഒരു ഭർത്താവ് തന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ശരീരമാണ്. ആ ശരീരത്തെ അദ്ദേഹം നീന്നില്ല, പകയ്ക്കുന്നില്ല, പകയ്ക്കാൻ പാടില്ല. അതുപോലെ ക്രിസ്തു എന്ത് ചെയ്യില്ല? തന്റെ വീണ്ടെടുപ്പിന്റെ അവകാശമായി തന്റെ മാർമിക സഭയോട് താൻ ഒട്ടിച്ചേർത്ത വിശ്വാസിയെ എന്ത് ചെയ്യില്ല? പകയ്ക്കുകയില്ല, നീക്കിക്കളയുകയില്ല. അത് അങ്ങനെയാണ് എത്ര പ്രാവശ്യം നീക്കിക്കളയണം? ഞാൻ ചോദിച്ച ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? എത്ര പ്രാവശ്യം? ഹൗ മെനി ടൈംസ് എ സിന്നർ ക്യാൻ ബി ബോൺ അഗെയിൻ? എത്ര പ്രാവശ്യം ഒരു പാപിക്ക് രക്ഷിക്കപ്പെടാൻ സാധിക്കും? ഹൗ മെനി ടൈംസ് ഹിസ് നെയിം ക്യാൻ ബി റിട്ടൺ ഡൗൺ ദ ബുക്ക് ഓഫ് ലൈഫ്? എത്ര പ്രാവശ്യം അവന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതുവാൻ കഴിയും? ഹൗ മെനി ടൈംസ് എ സിന്നർ ക്യാൻ ബി ജസ്റ്റിഫൈഡ് ബിഫോർ ദ ത്രോൺ ഓഫ് ഗോഡ്? ദൈവസമുഖാസമുമ്പാകെ ഒരു പാപിക്ക് എത്ര പ്രാവശ്യം നീതീകരിക്കപ്പെടാൻ കഴിയും? നീതീകരണം എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ മനസ്സിലാക്കുന്ന വേദപുസ്തക പ്രകാരം justification is a judicial act in which God declares a sinner to be righteous on the basis of his faith in the substitutionary death of Jesus Christ, whereas he declares him a righteous person. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ ഒരു പാപി വിശ്വസിക്കുന്നതുകൊണ്ട് ക്രിസ്തുവിൽ അവന്റെ പാപത്തെ കണക്കിട്ട് ദൈവനെ കുറ്റമില്ലാത്തവനായി വിധി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് നീതീകരണം എന്ന് പറയുന്നു. അപ്പൊ ഹൗ മെനി ടൈംസ് യു ഹാവ് ബീൻ ജസ്റ്റിഫൈഡ്? എത്ര പ്രാവശ്യം നിങ്ങൾ നീതീകരിക്കപ്പെട്ടിട്ടുണ്ട്? അങ്ങനെ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോൾ നിങ്ങൾ രക്ഷ നഷ്ടപ്പെടുന്നു. പിന്നെയും നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടായി വരുന്നു. പിന്നെയും വീണ്ടും ജനിക്കുമ്പോൾ വീണ്ടും ജനനത്തിൽ നിങ്ങൾ നീതീകരിക്കപ്പെടായി വരുന്നു. പിന്നെയും നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ കർത്താവിന്റെ ശരീരത്തോട് ചേർക്കപ്പെടുന്നു. പിന്നെയും പാപം ചെയ്തപ്പോൾ വെട്ടിമാറ്റുന്നു. ഇങ്ങനെയാണ് ഈ പ്രോസസ് നടക്കുന്നത്. അപ്പൊ എന്നോടൊരു വിദ്വാൻ ചോദിച്ച ചോദ്യം എന്തറിയാമോ? അപ്പൊ പിന്നെ ഞാൻ വിദ്വാൻ ചോദിച്ചത് ഇങ്ങനെയാണ്. ഒരു കുറ്റവാളി ഒരിക്കൽ കുറ്റം ചെയ്തു, കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. കോടതി അദ്ദേഹത്തെ പിന്നെ കുറ്റം തന്നെ ശിക്ഷ അനുഭവിച്ച ശേഷം അദ്ദേഹം വെളിയിലിറങ്ങിയ ശേഷം വീണ്ടും അദ്ദേഹം കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഈ കോടതി വെറുതെ വിടുമോ എന്ന് ചോദിക്കുന്നു. അപ്പം ദൈവം ഒരുക്കിയ ദൈവത്തിന്റെ വിലയേറിയ രക്ഷയെ മനുഷ്യനിർമ്മിതമായ കോടതിയുടെ വ്യാഖ്യാനത്തോട് ചേർത്താണ് ഈ ബുദ്ധിഹീനരായ ആളുകൾ ചിന്തിക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഹൗ മെനി ടൈംസ് എ സിന്നർ ക്യാൻ ബി ജസ്റ്റിഫൈഡ് ബിഫോർ ഗോഡ്? ദൈവം മുമ്പാകെ ഒരു പാപിക്ക് എത്ര പ്രാവശ്യം നീതീകരിക്കപ്പെടാൻ കഴിയും? നമ്പർ 1, ഹൗ മെനി ടൈംസ് എ സിന്നർ ക്യാൻ ബി ബോൺ അഗെയിൻ? ഒരു പാപിക്ക് എത്ര പ്രാവശ്യം വീണ്ടും ജനിക്കാൻ സാധിക്കും? ഹൗ മെനി ടൈംസ് എ സിന്നേഴ്സ് നെയിം ക്യാൻ ബി റിട്ടൺ ഡൗൺ ദ ബുക്ക് ഓഫ് ലൈഫ്? എത്ര പ്രാവശ്യം ഒരു പാപിയുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതും? ഇനി അതിനേക്കാൾ രസകരമായ വേറൊരു വിഷയമുണ്ട്. ഈ രക്ഷാനഷ്ടം പറഞ്ഞുകൊണ്ട് എന്റെ പിന്നാലെ നടന്ന് ആക്രോശിക്കുന്ന ഈ വിദ്വാൻമാരുടെ അനേകരുടെ ശവസംസ്കാരം സൂക്ഷിക്കാൻ പോയിട്ടുണ്ട്. രക്ഷാനഷ്ടവാദികളുടെ ഈ രക്ഷാനഷ്ടവാദികളാകുന്ന പാസ്റ്റർമാരെല്ലാവരും വന്നിട്ട് ഈ മരിച്ചയാള്, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ യുവാവാകട്ടെ യുവതിയാകട്ടെ, പറയുന്നറിയാമോ? നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്ന കർത്താവിനിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവനെ ഇനിയും അനധിവിദൂര ഭാവിയിൽ ആകാശമേഘത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാഹളധ്വനിയുമായി വരുമ്പോൾ അന്ന് ഉണ്ടാകാൻ പോകുന്ന
മഹാപുനരുത്ഥാനത്തിന്റെ പുത്തൻ പുലരിയിൽ കോടാനുകോടി ശുദ്ധിമാന്മാരോട് ചേർന്ന് നമുക്ക് ഈ പ്രിയപ്പെട്ടവനെയും കാണാം. ആട്ടെ, നിങ്ങളുടെ പഠിപ്പിക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതത്തിൽ ഏതെങ്കിലും പാപമുണ്ടായിരുന്നോ? അദ്ദേഹം പാപം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷ നഷ്ടപ്പെട്ടോ? അദ്ദേഹത്തിന്റെ രക്ഷ വീണ്ടും പുനർജീവിപ്പിക്കാതെയാണോ അദ്ദേഹം മരിച്ചത് എന്ന് നിശ്ചയമില്ലാത്ത നിങ്ങൾക്കെങ്ങനെയാ അദ്ദേഹം കർത്താവായ യേശുവിന്റെ മടങ്ങി വരവെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയിൽ ഇദ്ദേഹത്തെ വീണ്ടും കാണാൻ കഴിയുമെന്ന് പറയുന്നത്? നിങ്ങൾ പറയുന്നത് തന്നെ ഘടകവിരുദ്ധമായി തീരുന്നു, പരസ്പര വിരുദ്ധമായി തീരുന്നു. ഒന്നുകിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവന്റെ രക്ഷ നഷ്ടപ്പെടും, അത് പിന്നെ ഒരിക്കലും നേടാൻ കഴിയുമെന്ന് പറയുക, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവന്റെ രക്ഷ സുസ്ഥിരമാണെന്ന് സമ്മതിക്കുക. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം, വാക്കുമാറാത്ത വിശ്വസ്തനായ ദൈവം, യോഹന്നാന്റെ സുവിശേഷം 10-ലും 6-ലും ആവർത്തിച്ച് പറയുകയാണ്, ഐ ഗീവ് അൺടു ദം ഇറ്റേണൽ ലൈഫ് ആൻഡ് ദേ ആർ നോട്ട് പെരിഷ്ഡ്. ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല. അപ്പോഴല്ലോ രസകരമായി പഠിപ്പിക്ക് വന്നേക്കുന്നത് എന്തറിയാമോ? രക്ഷ കർത്താവ് നശിപ്പിക്കുകയില്ല, എന്നാൽ ഒരുവന് തന്റെ രക്ഷ നശിപ്പിക്കാൻ കഴിയും. അതെങ്ങനാ? എന്റെ രക്ഷ കർത്താവിന്റെ കരങ്ങളിലാണെന്നാണ് യൂദാ തന്റെ ലേഖനം 24 ഭാഗത്തിൽ പറയുന്നത്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോട് നിർത്തുവാൻ കഴിവുള്ളവനെ സഭയിലും ക്രിസ്തുയേശുവിലും എന്നും എന്നേക്കും മഹത്വം. ആമേൻ. അപ്പൊ എന്നെ വീഴാതെ, ചോർച്ച ഭവിക്കാതെ, നഷ്ടപ്പെട്ടു പോകാതെ തന്റെ മഹിമാസന്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സിംഹാസനം മുമ്പാകെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തുന്നത് വരെയും വീഴാതെ വണ്ണം സൂക്ഷിപ്പാൻ ശക്തനായവന്റെ കയ്യിലാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസിലായിരിക്കുന്നത്. പിന്നെ എങ്ങനെ എനിക്ക് വീഴാൻ കഴിയുക? 2, ഞാൻ ചെയ്ത സൽപ്രവൃത്തികളുടെ ഫലമായി എനിക്ക് ലഭിച്ചതല്ല എന്റെ ആത്മരക്ഷ. എനിക്ക് വേണ്ടി കാൽവറിലെ ക്രൂശിൽ ദൈവം ഒരുക്കിയ സൽപ്രവൃത്തിയാകുന്ന വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയാൽ എനിക്ക് ലഭ്യമായതാണ് എന്റെ രക്ഷ. മനസ്സിലായോ? ഇവിടെ എനിക്ക് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലമായി കിട്ടിയതല്ല, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ കർത്താവ് വിശ്വസിച്ചുകൊണ്ടാണ് എന്റെ ഭാഗത്ത് വിഷയം. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ഒരുക്കിയ മഹത്വരമായ ആ രക്ഷ, അതിനെ അവൻ ചെയ്ത മുതൽ മുടക്ക് തന്റെ ഏകജാതനായ പുത്രനെ എന്റെ എന്ന് മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ അർപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കർത്താവ് തന്റെ രക്തം ചൊരിഞ്ഞ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയ ആ രക്ഷ, അത് അവന്റെ പ്രവൃത്തിയാലാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഏതാ? വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയാൽ. വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളാലും വല്ലതും ചെയ്തു. അങ്ങനെ സൗജന്യമായി നാം രക്ഷിക്കപ്പെട്ടു, സൗജന്യമായി നാം നീതീകരിക്കപ്പെട്ടു, സൗജന്യമായി നാം വീണ്ടും ജനിക്കപ്പെട്ടു, സൗജന്യമായി നമ്മുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതി, സൗജന്യമായി നാം ദൈവമക്കളായി, സൗജന്യമായി പിതാവിന്റെ ഭവനത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിച്ചു. അങ്ങനെ ലഭിച്ച ഈ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന പഠിപ്പിനേക്കാൾ ബുദ്ധികേട് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് രക്ഷാനഷ്ടവാദികൾ ഇന്ന് വരെയും ഒന്നുകിൽ രക്ഷിക്കപ്പെട്ടവരല്ല. അച്ചായൻ പറഞ്ഞു, രാജീവിന്റെ അനിയൻ കാലടിയിലെ സഭയുടെ വിളറൻ സഭയുടെ സുവിശേഷൻ അല്ലയോ, അദ്ദേഹത്തോട് ചോദിച്ചു നോക്കി, ശരിയാണോ? ഞാൻ പറയുന്ന ഉപദേശം ശരിയാണെന്ന്. രാജീവിന്റെ സഹോദരൻ രാജീവ് സഹോദരന് ഗുജറാത്തിൽ പെന്തക്കോസ്ത് സഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ളവരാണ്. തന്റെ സഹോദരൻ ഇളയ അനിയന് കാലടിയിലെ വിളറൻ സഭയുടെ സുവിശേഷകനാണ്. അദ്ദേഹത്തോട് ചോദിക്കണം, ഞാൻ പറയുന്ന കാര്യം ശരിയാ, വിളറൻ ഉപദേശമാണോ അതോ വിശുദ്ധ വേദപുസ്തക ഉപദേശമാണോ? അപ്പൊ രക്ഷിക്കപ്പെട്ട ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്താ രക്ഷയെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്താ. രക്ഷയെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. എന്ത് ശിക്ഷ? നിത്യശിക്ഷാവധിയായ നരകവിധിയിൽ നിന്നുള്ള വിടുതലാണ്. അപ്പൊ എത്ര പ്രാവശ്യം ഒരു വ്യക്തിക്ക് നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ കഴിയും? പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞതിനേക്കാൾ വലിയ പാപം ഭൂമിയിൽ ആരും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ തള്ളി പറഞ്ഞപ്പോ പത്രോസിന് രക്ഷ നഷ്ടപ്പെട്ടു. ഈ 51-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത് നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമെന്നാണ്. അല്ല നിന്റെ രക്ഷ എനിക്ക് തിരികെ തരണമെന്നല്ല, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമെന്നാണ്. അപ്പൊ ഇവർ പറഞ്ഞറിയാമോ, പാപം ചെയ്യാനായിട്ടുള്ള പരസ്യമായ ആനുകൂല്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും മനുഷ്യരോട് നിങ്ങൾ പാപം ചെയ്യണം, നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടത്തില്ല എന്ന് പഠിപ്പിക്കാറുണ്ടോ? പാപം ചെയ്യാതെ ജീവിക്കേണ്ട കർത്തവ്യമാണ് രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികളുടെയും ഉത്തരവാദിത്വം. മനസ്സിലായോ? അപ്പൊ പാപം ചെയ്യാതെ ജീവിക്കാൻ, പാപത്തെ പാപമായി കാണാൻ കഴിയണം. മനസ്സിലായോ? ആ ലോകത്ത് പാപത്തെ പാപമായി കാണാൻ കഴിയുന്നവനാണ് പാപത്തിന്മേൽ ജയം കൊള്ളുന്നത്. കുഞ്ഞുങ്ങളെ നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുക, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപത്തെ ജയിച്ചിരിക്കുക. യോഹന്നാൻ പറയുകയാണ്. ഇനി അത് തന്നെയല്ല,
ഈ രക്ഷിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നത് നാം അറിയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയാണ് നാം ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന് ആത്മാവ് താൻ നമ്മുടെ ആത്മാവോടുകൂടെ ദൈവത്തോട് സാക്ഷ്യം പറയുന്നു. രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതലിന് ഞാനിപ്പോ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ വന്നിരിക്കുന്ന സ്ഥലത്ത് ഒരു ശുശ്രൂഷയുടെ ബന്ധത്തിൽ വന്നതാണ്. അപ്പൊ ഇതിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളില് മദ്യഷാപ്പുകളൊക്കെ ഉണ്ട്. അവിടുന്ന് ഞാൻ ഒരു കുപ്പി മദ്യം വാങ്ങിച്ചു കുടിക്കാൻ പ്രേരണ ഉണ്ടായിട്ട് അത് ഞാൻ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ രഹസ്യമായി എനിക്ക് വേണേൽ കുടിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ കുടിക്കാത്തത്? ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന് ദേഹവും ദേഹിയും ആത്മാവും പരിശുദ്ധാത്മാവിനാൽ കർത്താവിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടതും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ടുമായ ഒന്നായകയാൽ ശരീരത്തെ എന്ത് ചെയ്യാൻ പാടില്ല? മലിനപ്പെടുത്താൻ പാടില്ല എന്ന് ദൈവവചനം പറയുന്നു. 2 കൊരിന്ത്യർ 7-1 സഹോദരന്മാരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവെൻഷങ്ങളെയും നീക്കി നിങ്ങളെ തന്നെ വിശുദ്ധിയിൽ ദൈവഭയത്തിൽ തികച്ചുകൊള്ളുക. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു വിശ്വാസി താൻ ഏത് ജീവിത സാഹചര്യത്തിലായിരുന്നാലും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു സമയത്തായിരുന്നാലും പാപത്തെ വിട്ട് എന്ത് ചെയ്യണം? ഓടിപ്പോകണം. പോത്തിഫറിന്റെ വീട്ടിൽ വെച്ച് യോസേഫിനെ ശാരീരികമായി ബന്ധപ്പെടുവാൻ പ്രേരിപ്പിച്ച പോത്തിഫറിന്റെ ഭാര്യയുടെ മുമ്പാകെ, അവളുടെ നഗ്നതാ പ്രദർശനത്തിന് മുമ്പാകെ വശംബദനായി പാപം ചെയ്യാതെ ഞാൻ ഈ അതിക്രമം ചെയ്ത് എന്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് പ്രാണനം കൊണ്ട് ഓടി രക്ഷപ്പെട്ട യോസേഫാണ് ജയാളിയായി ജയജീവൻ നയിക്കുന്ന വിശ്വാസിയുടെ ചിത്രം. അല്ലാതെ പാപം ചെയ്യാൻ അവസരം കിട്ടിയാൽ അത് ചെയ്യുന്നവനല്ല. കള്ള് കുടിക്കാൻ അവസരം കിട്ടിയാൽ കുടിച്ചേ ചേറ്റ് പറയുന്നവനല്ല യഥാർത്ഥ വിശ്വാസി. ബീഡി വലിക്കാൻ അവസരം കിട്ടിയാൽ വലിച്ചേ ചേറ്റ് പറയുന്നവനല്ല യഥാർത്ഥ വിശ്വാസി. ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ ദീർഘകാലം ഏതെങ്കിലും നിലയിലുള്ള പാപത്തിന്റെ പ്രവൃത്തിയിൽ തുടരുന്നെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടവനല്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ അങ്ങനെ ചെയ്യത്തില്ല. ചെയ്യുമോ? ഞാനൊരു പച്ച മനുഷ്യനല്ലേ? ഒരു പച്ച മനുഷ്യനായ ഞാന് എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് ദൈവത്തിന്റെ വചനം സ്പഷ്ടമായി കൽപ്പിക്കുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യാൻ പാടില്ല. കാര്യം എന്നെ ഭരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഈ അവബോധം ഓരോ രക്ഷിക്കപ്പെട്ട വിശ്വാസിക്കും ഉണ്ടാകണം. ഇത് ഉണ്ടാകാതെ രക്ഷ നഷ്ടപ്പെടും പറഞ്ഞ് രാവിലെ മുതൽ സന്ധ്യ വരെ ഈ ത്ലാവെള്ളത്തിന് മാക്രി കരഞ്ഞ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രക്ഷ നഷ്ടപ്പെടുമെങ്കിൽ നിങ്ങളുടെ എത്ര പേര് സ്വർഗ്ഗത്തിൽ കാണും? പറ, അത് പറ. ഇനി ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ. പരിശുദ്ധാത്മാവായ ദൈവം സ്വപ്നം പോലും കണ്ടില്ലാത്ത അന്യഭാഷ പരിശുദ്ധാത്മാവിന്റെ പേരിൽ രാപകൽ പറയുന്ന നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിരോധമായി പാപം ചെയ്യല്ലേ ചെയ്യുന്നത്? അല്ലേ? അതോ നിങ്ങളൊഴികെ മാർത്തോമ, യാക്കോബയ, പെന്തക്കോസിന്റെ ഇതര വിഭാഗങ്ങള്, ന്യൂജൻ സഭാവിഭാഗങ്ങളിൽപ്പെട്ട വിശ്വാസികള്, CSIക്കാര്, CNIക്കാര്, ബാപ്റ്റിസ്റ്റിന്റെ 59 വിഭാഗങ്ങളിൽപ്പെട്ട സഭാവിശ്വാസികൾ, സദേൺ ബാപ്റ്റിസ്റ്റ് ഒഴികെയുള്ള ഇവരാരും രക്ഷിക്കപ്പെട്ടവരല്ലേ? ഇവർക്കാർക്കും പരിശുദ്ധാത്മാവില്ലേ? ഇവർക്കാർക്കും ഈ പറയപ്പെട്ട കൃപാവരം ദൈവം കൊടുക്കാറില്ലേ? ഈ അടുത്ത സമയത്തല്ലേ നിങ്ങൾ തന്നെ ചില ആൾ തന്നെ പറഞ്ഞ് ഇത് വെറും ജൽപ്പനമാണ്, ദൈവാത്മാവിനെ പരിഹസിക്കുന്നതാണ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകാത്ത സാധനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയതാണെന്നും പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെ കബളിപ്പിച്ച് അവരെ കൊണ്ട് ഇങ്ങനെ ചാഞ്ചാടി നടക്കുന്ന നിങ്ങൾ വാസ്തവത്തിൽ ചെയ്യുന്നത് മഹാപാതകമല്ലേ? അങ്ങനെ വന്നാൽ ദൈവസന്നിധി നിങ്ങൾ കുറ്റക്കാരല്ലേ? നിങ്ങൾ വ്യാജം ചെയ്യുന്നവരല്ലേ? പരിശുദ്ധാത്മാവിന് വിരോധമായി പ്രവർത്തിക്കുന്നവരും സംസാരിക്കുന്നവരുമല്ലേ? ഈ പാപം എവിടെ പൊറുക്കും? പറ. ഇതിനൊക്കെ ചോദ്യമുണ്ട്. ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം പറയേണ്ടായി വരും. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ കർത്താവ് യേശു പറഞ്ഞത് എനിക്ക് വിശ്വാസം. കർത്താവ് പറഞ്ഞത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന്. അപ്പൊ എനിക്കിവിടെ പാസ്റ്റർമാര് പറയുന്ന വിശ്വാസമില്ല, ഈ ഉപദേശിമാര് പറയുന്ന വിശ്വാസമില്ല, എനിക്ക് ആരും പറയുന്ന വിശ്വാസമില്ല, കർത്താവ് പറയുന്ന വിശ്വാസമാണ്. കർത്താവ് എന്താ പറഞ്ഞു? ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല. പിതാവ് എനിക്ക് തന്നതിനെയൊക്കെയും ഞാൻ എന്റെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. സ്വർഗസ്വനായ പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിയുന്ന രക്ഷയാണ് നിങ്ങൾ പ്രസംഗിക്കുന്ന അതിന്റെ അർത്ഥം. നിങ്ങൾ പിന്നെ എങ്ങനെയാ നിങ്ങൾ എന്നാ ഇവിടെ നിങ്ങളുടെ കൺവെൻഷൻ വാസങ്ങൾ എന്തുവാ പ്രസംഗിക്കുന്നത്? നിങ്ങളുടെ മുമ്പാകെ പാപികൾ വരുന്നു, അല്ലയോ പാപി, നിങ്ങൾ പാപിയാണ്, നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ നരകമാണ്, ഒരു ദിവസം മരണത്താൽ ഈ ഭൂമി എവിടെ നിന്ന് മാറ്റപ്പെടും, നിങ്ങൾ ഇന്ന് രാത്രി കർത്താവായ യേശുവിനെ കൈക്കൊണ്ടാൽ ഈ രാത്രിയിലേക്ക് രക്ഷിക്കപ്പെടും, നാളെ രാവിലെ ഒരു പാപം ചെയ്തു പോയാൽ കയ്യാലപ്പുറത്തെ കോക്കനട്ട് പോലെ നിന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകും, പിന്നെയും മറ്റന്നാൾ രാവിലെ നീ സുവിശേഷം കേൾക്കുമ്പോൾ മുമ്പോട്ട് വരാൻ താല്പര്യമുള്ള നീ എഴുന്നേറ്റ് വരും. അങ്ങനെയാണ് പറയുന്നത്, അല്ലല്ലോ. നീ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഇന്ന് രാത്രിയിൽ നിങ്ങൾ കർത്താവായ യേശുവിനായി നിന്റെ ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് നിന്റെ ഹൃദയത്തിലേക്ക് വരും, നിന്റെ പാപങ്ങളെ മോചിക്കും, നിത്യജീവൻ നിനക്ക് അങ്ങനെ പ്രസംഗിക്കുന്നുള്ളൂ.
അല്ലേ? എത്രയോ ശുശ്രൂഷ ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനല്ലേ പ്രസംഗിക്കുന്നത്. അപ്പൊ കയ്യാലപ്പെടുത്തിരിക്കുന്ന കോക്കനട്ട് പോലുള്ള രക്ഷയാണെങ്കിൽ ഈ രക്ഷയെക്കാട്ടി എത്രയോ നല്ല ജാതികൾ പ്രസംഗിച്ച രക്ഷ, മക്കയിലും മദീനയിലും പോകുന്നുണ്ട് രക്ഷ. അതും പ്രവൃത്തിയാൽ ലഭിക്കുന്നത്, അല്ലേ? പ്രവൃത്തിയാൽ നീതിരിക്കപ്പെടാൻ കഴിയുമെങ്കിൽ പിന്നെ വിശ്വാസ നീതീകരണം വ്യർത്ഥമല്ലേ? അല്ല, അങ്ങനല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്? പ്രവൃത്തിയാൽ നീതിരിക്കപ്പെടാമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഈ യഹൂദ മതത്തിനോട് എത്ര തീവ്രമായി അധ്വാനിച്ച വ്യക്തിയാണ്. പിന്നെ എന്തിനാണ് താൻ യേശു ക്രിസ്തുവിനെ ഉപദ്രവിച്ചത്? യഹൂദ മതം ക്രിസ്തീയ മതത്തെക്കാൾ ശ്രേഷ്ഠമാണെന്നും ഉന്നതമാണെന്നും ന്യായപ്രമാണത്തിൽ അഗ്രണ്യമായ അറിവ് സമ്പാദിച്ച പൗലോസ് ശൗലിന് അറിയാമായിരുന്നു. പക്ഷെ അത് അബദ്ധമാണെന്ന് താൻ സമ്മതിച്ചു. അറിയാതെ ചെയ്തു പോകുകയാൽ ആ പാപികളിൽ ഒന്നാമനായി എനിക്കും കരുണ ലഭിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങളായി എനിക്കൂടെ പറയാനുള്ളത്. ഒന്ന്, നിങ്ങളെല്ലാം വലിയ സ്നേഹമാണ്, നിങ്ങൾ പല ആളുകളും രക്ഷിക്കപ്പെട്ടു വരുവാ, പക്ഷേ നിങ്ങൾക്ക് രക്ഷാനിർണയമില്ല. നിങ്ങൾക്ക് ആവശ്യമാകുന്നത് രക്ഷാനിർണയമാണ്. രണ്ട്, രക്ഷ എന്താണെന്ന് നിങ്ങൾ ആദ്യം പഠിക്കുക. രക്ഷ എന്താണ് പഠിക്കുക. ഞാൻ ചർച്ച് ഓഫ് ഗോഡിന്റെ സഭയുടെ 10ാം ക്ലാസിന്റെ സ്റ്റേറ്റ് സൺഡേ സ്കൂളിന്റെ പാഠാവലി പരീക്ഷ പേപ്പർ നോക്കാൻ ഒരു വർഷം എന്നെ ഏൽപ്പിച്ചു. കാര്യം സഭാഭാഗത്തിന് വെളിയിൽ മുഖപക്ഷം വരാതിരിക്കാൻ സഭാഭാഗത്തിന് വെളിയിൽ ഏൽപ്പിച്ചാൽ ഞാൻ നോക്കി. ഈ സൺഡേ സ്കൂളിന്റെ പരീക്ഷയ്ക്കകത്തിട്ടേക്കുന്ന 100 ക്വസ്റ്റ്യനകത്ത് 97% പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് മാത്രമാണ്. നിങ്ങളുടെ പ്രസംഗവേദിയിലും പരിശുദ്ധാത്മാവ് 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 പരിശുദ്ധാത്മാഭിഷേകം പരിശുദ്ധാത്മസ്നാനം പരിശുദ്ധാത്മാവ് ഇങ്ങനെ കർത്താവായ യേശുവിനെയോ അവന്റെ ചങ്കിലെ ചോരയാണല്ലോ പാവമോചനത്തെ കുറിച്ച് ഒന്നും പറയാനില്ല. കർത്താവ് പറഞ്ഞതാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അവൻ സ്വയമേവ ഒന്നും സംസാരിക്കാതെ നിങ്ങൾ എന്നോട് കേട്ടത് നിങ്ങൾക്ക് ഉപദേശിച്ചിരുന്നാ പറഞ്ഞത്. അതായത് പരിശുദ്ധാത്മാവിന്റെ ജോലി കർത്താവായ യേശു ശിഷ്യന്മാർ പറഞ്ഞ കാര്യങ്ങളെ കുറെ കൂടെ വ്യക്തമായി ഉപദേശിച്ചു. വന്ന ഉടനെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് എന്തോ ചെയ്തു? വചനത്തിൽ പരിജ്ഞാനമില്ലാത്തവരായി നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല, സത്യം ഞാൻ തുറന്ന് പറയുക ചെയ്ത്. ഈ ജീവിതാന്ത്യം വരെ ഇസ്രായേൽ ഗ്രഹവും യഹൂദാഗ്രഹവും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു എന്നാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നത്. അതുപോലെ എന്റെ മരണം വരെ എഴുന്നേറ്റ് സംസാരിക്കാൻ കഴിയുന്ന കാലം വരെ ഈ ആശയപരമായി ഞാനും അടി യുദ്ധമുണ്ടാകും. എപ്പോൾ വരുന്നറിയാവോ? രക്ഷയുടെ പരിജ്ഞാനം നിങ്ങൾ പ്രാപിച്ച് ഈ രക്ഷ നഷ്ടപ്പെടുന്നതല്ല എന്നും അത് നിത്യമാണെന്നും ദൈവവചനം പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഞാൻ പറഞ്ഞ ശേഷവും നിങ്ങൾ ഗ്രഹിച്ചില്ല എങ്കിൽ അതിന്റെ കുറ്റക്കാരൻ ഞാനല്ല, അതിന് നിങ്ങൾ തന്നെയാണ് അതിന്റെ കാരണക്കാർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രശ്നം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, യു ഡു നോട്ട് സ്റ്റഡി ദ ബൈബിൾ, ഓൺലി യു ആർ റീഡിങ് ഇറ്റ്. അവൻ വായിക്കുന്ന മാത്രമേ ഉള്ളൂ, ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ യെരുശലേമിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോയ ഷണ്ണനെ അവനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വായെന്നറിയാമോ? എന്റെ അമ്മ യാക്കോബക്കാരിയായിരുന്നു. അപ്പൊ അവന്റെ സുറിയാനി ചൊല്ലാറുണ്ട്, തക്സായി സുറിയാനുണ്ട്. ബസ്ബോദ ബ്രോദ ബ്രോദ് ബ്രോദ് ദ്രൂഹുക്കാദീശോ എന്ന് ചൊല്ലും. അപ്പനെ പോലും വാദാബിനെ പോലും ബാത്മിനാമീൻ ഇതെനിക്കും കാണാപ്പാടും അറിയാം. അപ്പൊ ഇത്രയും കാണാപ്പാടും അറിയാമെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു. പക്ഷെ ഞാൻ ചൊല്ലുമായിരുന്നു. കാര്യം എന്റെ അമ്മ നന്നായി ചൊല്ലും, അത് ചൊല്ലും, തക്സ ചൊല്ലും. അപ്പൊ എനിക്കും അറിയാം ആ ചൊല്ലാനായിട്ട്, അതിന്റെ അർത്ഥം അറിയാൻ വയ്യ. ഈ ഷണ്ണനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വാങ്ങി വായിച്ചുകൊണ്ട് പോകുമ്പോഴും ഞാൻ അറുക്കുവാനുള്ള ആളുകളെ പോലെ അവനെ കൊണ്ടുപോയി ഈ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകം മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട് പോലെ അവൻ അവരുടെ മുമ്പാകം മിണ്ടാതിരുന്നു, അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. ഒന്നും മനസ്സിലായില്ല. അപ്പൊ ഫിലിപ്പോസ് ചോദിച്ചു, ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ റീഡിങ്? നീ വായിക്കുന്ന വല്ലതും നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു, ഒരുവൻ പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ തിരിച്ചറിയും? അപ്പോഴാ ഫിലിപ്പോസ് പൊരുൾ തിരിച്ചു കൊടുത്തത് കർത്താവായ യേശുവിനെ കുറിച്ച്. അങ്ങനെ അവൻ അപ്പോൾ അത് ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് മനസ്സിലാക്കി അവൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഇതാ വെള്ളം, ഞാൻ സ്നാനം സ്വീകരിക്കുന്നത് എന്ത് തടസ്സം എന്ന് ചോദിച്ചത്. അപ്പൊ ദൈവവചനം എന്ത് ചെയ്യണം? ഇപ്പോഴൊക്കെ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് പാസ്റ്റേഴ്സ് ഉണ്ട്. ഈ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു എന്നോട് വിരോധിക്കണ്ട. എന്റെ കീഴിൽ ഓൺലൈനിൽ രക്ഷാശാസ്ത്രം പഠിക്കുന്ന 8-10 പാസ്റ്റർമാരുണ്ടായിരുന്നു. 3 കൊല്ലം ഞാൻ അവരെ പഠിപ്പിച്ചു. അവരെന്റെ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ പേര് പറയരുത്. കാര്യം പാസ്റ്റർമാരാ. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു പ്രശസ്തനായിരിക്കുന്ന പാസ്റ്റർ എന്നോട് ചോദിച്ചു, ദേവദാസനെ, മാനസാന്തരമാണോ ആദ്യം ഉണ്ടാകുന്നത് അതോ രക്ഷയാണോ? ഇത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ സിൻസിയർ ഹാർട്ടിന് ചോദിച്ചു അദ്ദേഹത്തിന്റെ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഈ മാനസാന്തരം രക്ഷ, മാനസാന്തരവും രക്ഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആളാണ് പാസ്റ്ററായിട്ടിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ബൈബിളിലെ രക്ഷയുടെ ആദ്യ പാഠങ്ങൾ നിങ്ങൾ പഠിക്കണം. അതായത് എബ്രായ വിശ്വാസിയുടെ അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളെ കാലപ്പഴക്കം നോക്കിയാൽ ഉപദേശകന്മാരായി തീരേണ്ട നിങ്ങൾക്ക് പലർക്കും ഇപ്പോഴും ദൈവവചനത്തിന്റെ ആ ബാലപാഠങ്ങൾ, ആദ്യ പാഠങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യം. കട്ടിയായ ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് കുടിക്കാൻ തരേണ്ടത്. കാരണം അറിയാമോ, നല്ല ഈ പാല് കുടിച്ചാൽ ദഹനശക്തി ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്നവന് ചിക്കൻ കാല് ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡയറിയാണ്. ഇവിടെ കൃത്യമായി വചനം പഠിക്കണം.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമായി അല്ലെങ്കിൽ ഭാഗമായി രക്ഷിക്കപ്പെട്ടവരെ ഒത്തുചേർത്തിരിക്കുകയാണ്. ഇനിയും അതിനെ അടർത്തി മാറ്റാൻ പറ്റുകയില്ല, ആർക്കും പറ്റുകയില്ല. അതുകൊണ്ടല്ല യുസ്തൂസ് ജോസഫ് എന്ന് പറയുന്ന വിദ്വാൻ കുട്ടി അച്ഛൻ പാടിയപ്പോൾ തന്നുടെ ജഡത്തോടും അസ്ഥിയോടും ഒന്നായി എന്നെ എന്നും പിരിയാതെ വണ്ണം ചേർത്തുകൊണ്ടവൻ എന്നുയിരിലേക്കും മരണവിഷം അകറ്റിയവൻ എൻ ജീവനായകനെ എന്നുള്ള പാടില്ല. അതായത് തന്റെ ജഡത്തോടും തന്റെ അസ്ഥിയോടും കൂടെ എന്നെ എന്ത് ചെയ്തു? അവൻ ഒട്ടിച്ചേർത്ത് ഒരിക്കലും പിരിയാൻ കഴിയാത്ത ബന്ധത്തിലാക്കി. അതുകൊണ്ടാണ് പിരിയാബന്ധമാണിത്, പിരിയാബന്ധമാണിത്, പിരിയാബന്ധമാണിത് യുഗകാലം വരെയും. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ഒരിക്കലും പിരിയാത്ത ബന്ധം. അതേ ആ ബന്ധത്തെക്കുറിച്ച് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആ ബന്ധത്തിൽ നിന്ന് ഒരിക്കലും വേർപിരിക്കാൻ കഴിയില്ല. അതിലേറ്റവും ശ്രേഷ്ഠമായ ബന്ധം ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ മകനോ മകളോ ആയി മാറുകയാണ്. ഇനി ഈ മകളോ മകനോ ഇപ്പൊ എന്റെ വീട്ടിലെ എന്റെ അപ്പനോടോ എന്റെ അമ്മയോടോ എനിക്ക് അല്പം മാനസികമായ അകൽച്ച ഉണ്ടായിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് കുറെ നാളത്തേക്ക് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ അല്പം ഇഷ്ടക്കേട് കാണിക്കുകയോ ചെയ്താൽ എന്റെ അപ്പന്റെ മകനല്ലാതെ ഞാൻ തീരുമോ? എന്റെ മുഖത്ത് നോക്കുന്ന ആരും എന്റെ അപ്പനെ കണ്ടുള്ള ഇവനെ ഇടവങ്കാട്ടിലെ ബേബി ചായന്റെ മകൻ തന്നെയാണെന്ന് പറയും. എന്റെ ഇളയ മകളുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഇത് അസൽ തന്നെ ആ ടൈറ്റസ് തന്നെ എന്ന് പറയുന്ന കാര്യം ആ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് അപ്പിയറൻസ് കൊണ്ട് എന്റെ മകളാണെന്നറിയാം. അപ്പം ഈ സൺഷിപ്പ് ഒരിക്കലും വിച്ഛേദിക്കാൻ കഴിയില്ല. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു പാപിക്ക് വീണ്ടും ജന്മത്താൽ പിതാവായ ദൈവം നൽകുന്ന പുത്രബന്ധം, ആ ബന്ധം ഒരിക്കലും വിച്ഛേദിക്കാൻ കഴിയില്ല. ഫോർ എവർ ഹി ഓർ ഷീ ഈസ് എ സൺ ഓഫ് ഗോഡ് ഓർ ഡോട്ടർ ഓഫ് ഗോഡ്. എന്നേക്കും ദൈവത്തിന്റെ പുത്രനും പുത്രിയാണ്. പിന്നെ ഇതിനാ സംഭവിക്കുന്ന നഷ്ടം? അപ്പനോടുള്ള അടുപ്പത്തിന് അല്ലെങ്കിൽ ഫെലോഷിപ്പിന് അല്പം നഷ്ടമുണ്ടാകുന്നു. അപ്പനൊരു സന്തോഷത്തോടുള്ള ബന്ധമുള്ള അല്പം നഷ്ടമുണ്ടാകുന്നു. അതിനെ യഥാസ്ഥാനപ്പെടുമ്പോൾ അത് മടക്കി കിട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മരക്ഷയുടെ ക്വാളിറ്റി എന്താണ്? രക്ഷ എന്ന് പറയുന്ന എത്ര കാലത്തേക്കുള്ളതാണ്? അത് യുഗങ്ങളൊക്കെ പെടുന്ന കാലാതീതമായ ജീവിതാനുഭവമാണ്. കാലാതീതമാകുന്ന ജീവിതാനുഭവമായി തന്റെ മണവാട്ടിയായ സഭയുടെ അംഗമായി തീർന്ന, കർത്താവിന്റെ മണവാട്ടിയായി തീർന്ന ദൈവ പൈതലിനെ ഒരുവൻ തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ കർത്താവിനെ മണവാട്ടി അല്ലാതാക്കി തീർക്കുന്ന ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. ഇത് ഗ്രഹിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങൾക്ക് വളരെ ആവശ്യമാണ്. ബ്രദറുകാരോട് വാദിക്കാൻ വേണ്ടി മാത്രമല്ല, ഞാൻ ബ്രദറുകാരുടെ സമ്പാദകനുമല്ല, ബ്രദറുകാർക്ക് വേണ്ടി ഈ സംരക്ഷകനായി നിൽക്കുന്നതല്ല, ബ്രദറുകാരുടെ ഔദ്യോഗിക സംരക്ഷകനായി എന്നെ ആരും വെച്ചിട്ടില്ല. ഞാൻ അവർക്ക് വേണ്ടി സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുമില്ല. സ്നേഹബുദ്ധിയാ ദൈവത്തിന്റെ വഴി പറയുകയാണ്, നിങ്ങൾ കർത്താവായ യേശുവിനെ യഥാർത്ഥമായി രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ദൈവത്തിലാണെങ്കിൽ നിങ്ങളുടെ രക്ഷ ഭദ്രമാണ്, നിത്യമാണ്. ലോകത്തിൽ ഒരു ശക്തിക്കും, പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഈ ലോകത്തിലെ യാതൊരു ശക്തിക്ക് ഉയരത്തിനോ ആഴത്തിനോ കക്ഷത, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, കലയിലെ പിന്നെ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ കഴിയുന്നില്ല. ഒരിക്കലും ഭേദിക്കാൻ കഴിയാത്ത, വേർപെടുത്താൻ കഴിയാത്ത ഈ ബന്ധമാണ് രക്ഷയിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. രക്ഷ നഷ്ടപ്പെടുമെന്ന് പഠിപ്പിക്കുന്നത് പോലെയുള്ള മഹാമണ്ഡത്തരം ലോകത്തിൽ ഒരു ഉപദേശത്തിനുമില്ല. ആകയാൽ പരിശുദ്ധാത്മശക്തിയാൽ ദൈവകൃപയിൽ ദൈവത്തിന്റെ വചനത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച് രക്ഷയുടെ ഭദ്രത എന്താണെന്ന് മനസ്സിലാക്കുവാൻ എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ ദൈവം കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കിൽ ഇവിടെ നിർത്തുന്നു. നമസ്കാരം. ഇതിന് ആരെങ്കിലും പ്രതികരണം പറഞ്ഞാൽ അതിന്റെ ബാക്കി ഭാഗം അടുത്ത പ്രാവശ്യം പറയുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.